തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയതായി വ്യാജ പ്രചാരണം. നെടുങ്കാട് വാർഡിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ആർ.സി. ബീനയ്ക്കെതിരെയാണ് എതിരാളികൾ വ്യാജ പ്രചാരണം അഴിച്ചുവിട്ടത്. ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിൽ ഇടത് വലത് മുന്നണികളുടെ പരാജയ ഭീതിയെന്നും മികച്ച പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്നും ആർ.സി. ബീന ജനം ടിവിയോട് പറഞ്ഞു. എന്നോടൊപ്പമുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നെടുങ്ങാട് വാർഡിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ആർ.സി. ബീനയാണ്. രാവിലെ മുതൽ തന്നെ ആർ.സി. ബീനയുടെ പത്രിക തള്ളി എന്നതടക്കമുള്ള വ്യാജ വാർത്തകൾ, വ്യാജ പ്രചരണങ്ങൾ രാവിലെ മുതൽ തന്നെ നടക്കുകയാണ്. നമുക്ക് ആർ.സി. ബീനയോട് തന്നെ ചോദിക്കാം, ഈ പ്രചരണങ്ങൾ വലിയ രീതിയിലുണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെ? തീർച്ചയായും. ഇന്നായിരുന്നില്ലേ സ്ക്രൂട്ടനി, ഇന്നത്തെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അപ്പോൾ രാവിലെ 11 മണിക്കായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ സമയം. ആ സമയത്താണ് എൻ്റെ നോമിനേഷൻ എടുക്കുമ്പോൾ അവർ ചലഞ്ച് ചെയ്തത്. എനിക്കറിയാവുന്ന കേസുകളെല്ലാം ആ നോമിനേഷനിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലാതെ ഒരു 20ഓളം കേസുകൾ കൊടുത്തുകൊണ്ട് ആർ.സി. ബീന ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എല്ലാ 1-2 മീഡിയകൾ. നിങ്ങൾക്കറിയാം ഏത് മീഡിയ ആയിരിക്കും അത് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമായി അറിയാം. നമ്മുടെ പ്രതിപക്ഷത്തെ ആൾക്കാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന മീഡിയയിലാണ് ക്രിമിനൽ കേസുള്ള ആർ.സി. ബീനയുടെ പത്രിക തള്ളി എന്നുള്ള രീതിയിൽ മീഡിയയിലെല്ലാം വന്നത്. പക്ഷേ ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടിയപ്പോൾ അതിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുള്ള അതിനുള്ള സത്യവാങ്മൂലം ഞങ്ങൾ അത് ക്ലിയറായിട്ട് നോക്കിയപ്പോൾ എൻ്റെ പേരിൽ 20ഓളം കേസുകൾ അവിടെ എഴുതി കൊടുത്തിരിക്കുന്നു. ആ കേസുകളുടെ ഡീറ്റെയിൽ ഞങ്ങൾ എടുക്കുമ്പോൾ അതിൽ പലതും ഞാൻ പ്രതി പോലുമല്ല. ബാക്കി പല കേസുകളും നമ്മൾ ഈ സമരം നടത്തുമ്പോൾ എന്തായാലും ഒരു ദേശീയ പാർട്ടിയിൽ ഒരു മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അതെല്ലാം ഇടപെട്ടിട്ടുള്ള ജനങ്ങളുടെ വിഷയങ്ങൾക്കാണ്. ആ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായും കേസുകളുണ്ടാവും. ആ കേസുകളെയാണ് ക്രിമിനൽ കേസുകളെന്ന് ആലോചിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന കേസുകളെല്ലാം സ്വാഭാവികമായി അതിൽ വെച്ചിരുന്നു. ഇത് ഞങ്ങളത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ അതിൽ എന്താ പറയേണ്ടതെന്നായിപ്പോയി. കാരണം പലതിലും ഞാൻ പ്രതിയല്ല, എൻ്റെ പേര് പോലുമില്ല. പിന്നെ പലതും കഴിഞ്ഞ കേസുകളാണ്. ആ കേസുകൾ എടുത്ത് വെച്ചുകൊണ്ടാണ് ആർ.സി. ബീനയുടെ നോമിനേഷൻ തള്ളി എന്നുള്ള രീതിയിലുള്ള പ്രചരണം ഈ നെടുങ്കാട് വാർഡിൽ നടത്തുകയും മാധ്യമങ്ങൾ വഴി ബാക്കിയുള്ള എല്ലായിടവും എത്തിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ മാധ്യമങ്ങൾ ആരെങ്കിലും വിളിച്ചു ചോദിച്ചിരുന്നോ സത്യാവസ്ഥ? ഒരു മാധ്യമം എന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല. ഇങ്ങനെ വേറെയുള്ള ആൾക്കാർ എന്നെ വിളിച്ച് എന്താ പിന്നെ ഇങ്ങനെ ഇതിലൊക്കെ വരുന്നുണ്ടല്ലോ, മീഡിയയിൽ വരുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചത്. പക്ഷേ എൻ്റെ പത്രിക സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനുശേഷം ബാക്കി മനോരമ, മാതൃഭൂമി അങ്ങനെയുള്ള എല്ലാ മീഡിയയും എന്നെ വിളിച്ച് എന്താ സത്യാവസ്ഥ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഇത് എന്താണ് ഇങ്ങനെ വലിയൊരു പേടിയോ CPM? അതോ സ്വാഭാവികമായും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റില്ല, ഞങ്ങൾ ന്യായമായും സത്യത്തിൻ്റെ പാതയിലാണ്. ആ രീതിയിൽ ഞങ്ങൾ നന്നായി വർക്ക് ചെയ്യുന്നത് CPM നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. ആ പേടി അവർക്ക് എങ്ങനെയെങ്കിലും കുതന്ത്രങ്ങളിൽ കൂടെ അറിയാലോ, എപ്പോഴും CPM ജയിച്ചിട്ടുള്ളത് കുതന്ത്രങ്ങളിൽ കൂടെയും ബാക്കിയുള്ള കുപ്രചരണങ്ങളിൽ കൂടിയാണ്. അങ്ങനെ ചെയ്ത് തന്നെയാണ് ഇതിൽ നിന്നും ഒരു നേട്ടം കൊയ്തെടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രായം കുറഞ്ഞ മേയറുടെ അഴിമതികൾ ചർച്ചയാകും, അത് തിരിച്ചടിയാകുമെന്നൊക്കെയുള്ള പേടിയായിരിക്കും അല്ലേ? 100%. 5 വർഷം കൊണ്ട് 40-ലധികം ഇത്രയും കാലമില്ലാത്ത ഒരു ഭരണസമിതിയാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായതും. പ്രായം കുറഞ്ഞ മേയർ വന്നപ്പോൾ നമ്മളെല്ലാവരും പുതിയ ജനറേഷനാണ്, നല്ല രീതിയിലുള്ള ഭരണമായിരിക്കുമെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ ഏറ്റവും കൂടുതൽ അഴിമതി നിറഞ്ഞ ഭരണമായിരുന്നു ഈ 5 വർഷം തിരുവനന്തപുരം കണ്ടത്. അതിൽ നിന്നൊരു മാറ്റം എന്തായാലും ഉണ്ടാവുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. പിന്നെ ഇത് നെടുങ്കാട് വാർഡിൽ സംഭവിച്ചതെന്ന് എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല. കാരണം സ്വർണ്ണത്തെ ചെമ്പാക്കിയ ആൾക്കാരാണ്. അതിൽ വലുതൊന്നും എന്തായാലും ഇവിടെ നടന്നിട്ടില്ലല്ലോ. പത്രിക സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പ്രചരണം തുടങ്ങിയതാണ്. എങ്ങനെയുണ്ട് ഇപ്പോൾ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു? ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണ എങ്ങനെയാണ്? എത്രത്തോളം കൊണ്ട് ആവേശം? ഞാൻ പറഞ്ഞില്ലേ, ഈ വാർഡിൽ ഇറങ്ങുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലറായിരുന്നു ഈ വാർഡിൽ, കരമന അജിത്ത് എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ നല്ല വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു വാർഡ് കൗൺസിലർ എന്താണ് എന്ന് ഞങ്ങൾ അറിഞ്ഞത് ഈ 5 വർഷമാണെന്നാണ് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ആ വീടുകളിലെ ജനങ്ങൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ്നെസ്സും, പിന്നെ ഞാൻ ആറ്റുകാൽ വാർഡിൽ കൗൺസിലർ ആയിരുന്ന ആളാണ്. അഴിമതിരഹിതമായ ഭരണമായിരുന്നു കരമന വാർഡിലും ആറ്റുകാൽ വാർഡിലും എല്ലാം നടന്നിരുന്നത്. അതുകൊണ്ട് ഞങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ആ ഒരു പോസിറ്റീവ് തന്നെയാണ് ഓരോ വീടുകളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് വിവാദങ്ങളും അതുപോലെ തന്നെ അപവാദ പ്രചരണങ്ങളും എല്ലാം തള്ളിക്കളയുകയാണ്. അതോടൊപ്പം തന്നെ വലിയ ആവേശത്തിലാണ്. ആ വർദ്ധിച്ച ആവേശത്തോടു കൂടി തന്നെ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുകയാണ് ആർ.സി. ബീന. അനൂജ് അനാവറിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.